എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന മലയാളം വെബ് പരമ്പരയുടെ 1777 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് ആണ്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുവാനായി നമ്മോടൊപ്പം അതിഥിയായി എത്തുന്ന ഡോക്ടർ സാദത്ത് സേഠ് ഡോക്ടറാണ്. ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ദിവസം ഡോക്ടർ ഉദര സംബന്ധമായ രോഗങ്ങളും ഹോമിയോപ്പതിയും എന്നുള്ള വിഷയത്തിനെ കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്തിരുന്നു. അതിന്റെ രണ്ടാം ഭാഗമാണ് ഡോക്ടർ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. വളരെ നല്ല ഒരു ക്ലാസ് ആണ് ഡോക്ടർ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത്. അതിന്റെ ബാക്കി ഭാഗം നമുക്ക് ഇന്ന് കേൾക്കാം. ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വരപ്രാർത്ഥന. നന്ദി. സാദത്ത് സേഠ് ഡോക്ടർ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഡോക്ടർ നേരത്തെ തന്നെ ക്ലാസ്സിന് റെഡിയായി എത്തിയിട്ടുണ്ട്. വളരെ നല്ല ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ. എറണാകുളത്ത് പിന്നെ ഡോക്ടർ സെയ്ഡ്സ് ഹോമിയോപ്പതി എന്നുള്ള ക്ലിനിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ ചീഫ് ഫിസിഷ്യനാണ്. എന്തായാലും നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി സാദത്ത് സേഠ് ഡോക്ടറെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കും. ഡോക്ടറെ, ക്ലാസ് തുടങ്ങും. താങ്ക് യു സോ മച്ച്. ഇന്ന് സ്ലൈഡ് ഷെയർ ചെയ്യാനില്ല കേട്ടോ. കാരണം വെച്ചാൽ എൻ്റെ ലാപ്ടോപ്പ് ഒരു പ്രശ്നം തന്നു. ഇപ്പൊ ഞാൻ വൈഫിന്റെ ലാപ്ടോപ്പും എൻ്റെ PPTയും വെച്ചിട്ടുള്ള ഒരു ഇതാണ്. ആർക്ക് വേണമെങ്കിലും PPT ഞാൻ അയച്ചു തരാവുന്നതാണ്. പക്ഷെ ഇപ്പോൾ എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ എവിടെ നിർത്തിയതെന്ന് ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്നാലും വോമിറ്റിംഗ് നമുക്ക് തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫാറ്റി ലിവർ നമുക്ക് ഒരു തുടക്കം ലിവറിന്റെ മുകളിൽ നിന്ന് തന്നെ തുടങ്ങാവുന്നതുകൊണ്ട് ഫാറ്റി ലിവർ ആണ് നമ്മുടെ ബേസിക് ലിവർ പ്രോബ്ലത്തിന് വരുന്നത്. ഫസ്റ്റ് നമ്മളുടെ ക്ലിനിക്കിൽ മിക്കവാറും കൊണ്ടുവരുന്ന ഒരു ഇതാണ് ഫാറ്റി ലിവർ. നമ്മുടെ ക്ലിനിക്കിൽ ആദ്യം വരുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്കാൻ കൊണ്ടുവരും, അല്ലെങ്കിൽ സ്കാനിന് ഇത് കൊണ്ടുവരും, അല്ലെങ്കിൽ അൾട്രാസൗണ്ട് കൊണ്ടുവരുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഫാറ്റി ലിവർ ഗ്രേഡ് 2 എന്നൊക്കെ പറഞ്ഞു വരും. ഗ്രേഡ് 1, ഗ്രേഡ് 2, പിന്നെ ആൽക്കോളിക് ആയിട്ട് സിറോസിസ്, അതിന്റെ മുന്നോടിയായിട്ട് ഫാറ്റി ലിവറുകൾ. ഇങ്ങനെ ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറെ ഫാറ്റി ലിവേഴ്സ് കാണുന്നതാണ്. ഇപ്പൊ ഞാൻ ഫാറ്റി ലിവർ ക്ലിനിക്ക് പോലും നമ്മൾ ചെയ്യാണ്. അപ്പോ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാറ്റി ലിവറിനെ കുറിച്ച് വരുമ്പോൾ ലിവറും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ കോൺട്രവേഴ്സികൾ നടക്കുകയാണ്. നമ്മുടെ നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് മുതൽ നമ്മുടെ തന്നെ അരുൺ അല്ലല്ലോ, നമ്മുടെ തെരുവൂത്ത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കോൺട്രവേഴ്സികളൊക്കെ നടക്കുമ്പോൾ നമ്മളുടെ ഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ. നമുക്ക് ഫാറ്റി ലിവർ ഉണ്ട്, പക്ഷെ എപ്പോഴും നമുക്ക് മെഡിസിൻസ് വേണം. നമുക്ക് നല്ലോണം കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഏറ്റവും നന്നായിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു 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 സബ്ജക്റ്റ് ആണ്. മിക്കവാറും ഫാറ്റി ലിവറിന് ട്രീറ്റ്മെന്റ് വേണ്ട. പക്ഷെ അതിന്റെ കൂടെ ഇത് വരുമ്പോൾ എന്തെന്ന് പറയാ, മറ്റേ കൊളസ്ട്രോൾസും ഇതൊക്കെ ലെവൽസ് ഒക്കെ കൂടിയിട്ടായിരിക്കും മിക്കവാറും ഇവർ നമ്മുടെ അടുത്ത് വരിക. അപ്പോൾ എൻ്റെ ഫസ്റ്റ് മെഡിസിൻ ഞാൻ ആലോചിക്കണം, ചിന്തിക്കണം. ഫസ്റ്റ് മെഡിസിൻ വരുന്നത് കാൽമെഗാണ്. നമ്മൾ കോൺട്രവേഴ്സികൾ പലതും പറയും. നമ്മളുടെ മെഡിസിൻ കൊടുക്കുമ്പോൾ അത് പറയും, ഇത് പറയും. പക്ഷെ നമ്മൾ അതിലോട്ടൊന്നും പോകണ്ട. കോൺട്രവേഴ്സി അല്ല നമ്മളുടെ ഇഷ്യൂസ്. നമ്മളുടെ ഇഷ്യൂ ഡു വി ഹാവ് എ ജെന്യുവിൻ ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ്. കോൺട്രവേഴ്സികൾ ചെയ്യാനുള്ളവരൊക്കെ ചെയ്യട്ടെ. അപ്പോൾ നമ്മളുടെ മെഡിസിൻ ആദ്യം തന്നെ വരുന്നത് ഫാറ്റി ഡീജനറേഷൻ അല്ലെങ്കിൽ ഫാറ്റി ലിവറിന് ഞാൻ ആദ്യം ഫസ്റ്റ് മെഡിസിൻസ് കൊടുക്കുന്നത് കാൽമഗാണ്. കാരണം കാൽമഗ് നമ്മുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ആയിട്ടുള്ള SGOT, SGPT ഇതൊക്കെ പെട്ടെന്ന് കുറയ്ക്കും. മിക്കവാറും ഞാൻ ഉപയോഗിക്കുന്നത് ടിഞ്ചറാണ്, അല്ലെങ്കിൽ 30. അതിന്റെ മുകളിലോട്ട് ഞാൻ പോയിട്ടില്ല ഇങ്ങനത്തെ കേസുകൾ. ടിഞ്ചർ ഒക്കെ 10 ഡ്രോപ്സ്, 15 ഡ്രോപ്സ്, 3 ടൈംസ്, 2 ടൈംസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വിതിൻ 2 വീക്സിൽ തന്നെ നമുക്ക് ഈ
SGOT SGPT ഒക്കെ നല്ലോണം കുറച്ചു കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിസിൻസ് ആണ് കാഡസ് ഉണ്ട്, ചെലിഡോണിയ ഉണ്ട്. ഫോസ്ഫറസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിലൊന്നാണ് ഈ ഫാറ്റി ലിവറിൽ. കാരണം ഫോസ്ഫറസിന്റെ ലിവർ എന്ന് പറയുന്നത് എല്ലാം സോഫ്റ്റ് ആണ്. ഫോസ്ഫറസ് എന്ന് പറയുമ്പോൾ തന്നെ സോഫ്റ്റ് ആയിട്ട് വരുന്നു. അത് ബ്രെയിനിലാണെങ്കിലും സോഫ്റ്റ് ടിഷ്യൂസിലൊക്കെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഫോസ്ഫറസ് 30 ആണ് മിക്കവാറും ഞാൻ റിപ്പീറ്റ് ചെയ്യാറ്. ഫോസ്ഫറസ് 30 നല്ലൊരു മെഡിസിൻ ആണ്. പിന്നെ നമുക്ക് കൊളസ്ട്രിനം കൊടുക്കാം. കൊളസ്ട്രിനം 3x അല്ലെങ്കിൽ 30, അതും റിപ്പീറ്റ് ചെയ്യാം. പിന്നെ വരുന്നതാണ് ഈ ഒരു 4-5 മെഡിസിൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫാറ്റി ലിവർ നല്ലോണം കൺട്രോൾ ചെയ്ത് വരാം. പിന്നെ കാഡസ് ഉണ്ട്, ചെലിഡോണിയ ഉണ്ട്, അങ്ങനെ കുറെ മെഡിസിൻസ് നമുക്ക് ലിവറിലുള്ളുണ്ട്. ബ്രയോണിയ ഉണ്ട്, നല്ലൊരു മെഡിസിൻ ആണ്. പക്ഷെ അതിലും നല്ലത് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിലൊന്നാണ് ഈ കാഡസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് വരുന്നത് ബൈലറി കാൽക്കുലയാണ്. അതായത് ബൈലറി കാൽക്കുല അല്ലെങ്കിൽ നമ്മുടെ ഗോൾ സ്റ്റോൺ കാൽക്കുല. അത് മെയിനായിട്ട് നമുക്കിപ്പോ കുറെ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറെ കേസുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിലും മിക്കവാറും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിസിൻസിലാണ് ഡയസ്കോറിയ. ചിലപ്പോൾ അത് പെയിൻ റേഡിയേറ്റ്സ് ടു ദ ബാക്ക് എന്ന് പറഞ്ഞ വല്ല സിംറ്റംസ് കിട്ടും. 90% കേസുകളിൽ കിട്ടും, അല്ലെങ്കിൽ ഒരു 10-50% കേസുകളിലും ചിലപ്പോൾ കിട്ടും. ഇവിടുന്ന് പെയിൻ റേഡിയേറ്റ്സ് ടു ദ ബാക്ക് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ് ഡയസ്കോറിയ. പിന്നെ ഹൈഡ്രാഞ്ചിയ സ്റ്റോൺസ്, ഏത് നമ്മൾ റീനൽ കാൽക്കുലേക്കൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റോൺ മെഡിസിൻസും ഇവിടെ നമുക്ക് അപ്ലിക്കബിൾ ആണ്. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഹൈഡ്രാഞ്ചിയ. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള കാൽക്കേരിയ കാബ് സ്റ്റോൺസ് ഒക്കെ ആണെങ്കിൽ ഞാൻ ഹയർ പൊട്ടൻസിയിലോട്ട് പോകും. പിന്നെ ജുഗ്ലൻസ് സീരിയ, ജുഗ്ലൻസ് റീജിയനേക്കാളും കൂടുതൽ ജുഗ്ലൻസ് സീരിയ ആണ് കൂടുതൽ എഫക്ട് വരുന്നത്. പിന്നെ ഒരു ഫെൽട്ടോറിനെ കുറിച്ച് ഡീറ്റെയിൽസിലോട്ടൊന്നും പോകേണ്ട. ഫെൽട്ടോറി ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ബെറിബെറിസ്, നെക്സോമിക്ക, കൊളോസിൻസ്. ഞാൻ ഇതിന്റെ കൂടെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയും കൂടിയാണ്, നമ്മുടെ ആപ്പിൾ തെറാപ്പിയും കൂടി ഞാൻ ആഡ് ചെയ്യും. ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. പക്ഷെ അത് എന്താണെന്ന് വെച്ചാൽ ഒരു 4-5 ദിവസം നമുക്ക് നല്ല വലിയ ആപ്പിൾ ഒന്നില്ലെങ്കിൽ പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ജ്യൂസ് ആക്കി കഴിക്കാം, അല്ലെങ്കിൽ റോ തന്നെ കഴിക്കാം. ഒരു 3 നേരം നമ്മൾ ആപ്പിൾ ആയിട്ട് കഴിക്കാം. ഒരു 5-ാമത്തെ ദിവസം യുവർ ഡയറ്റ് ഷുഡ് ബി ഓൺലി ആപ്പിൾ. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ആപ്പിൾ. വൈകിട്ട് കുറച്ച് നേരത്തെ ആപ്പിൾ കഴിച്ചിട്ട് 1, 2, 3 നിങ്ങൾക്ക് എത്ര പറ്റുന്നോ അത്രയും ആപ്പിൾ കഴിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 6 മണി അല്ലെങ്കിൽ 7 മണിയാകുമ്പോൾ നമ്മൾ പറയും ഒലിവ് ഓയിലിൽ മാക്സ് സൾഫ് ക്രിസ്റ്റൽസ് മിക്സ് ചെയ്തിട്ട് കുറച്ച് ലൈം ഇടാൻ പറയും. അതൊരു 6 മണി 7 മണി അല്ലെങ്കിൽ ഓരോ മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിൽ കുറേശ്ശെ ഒരു സ്പൂൺ ഒലിവ് ഓയിൽ മിക്സ് ചെയ്തിട്ട് 1-2 സ്പൂൺ കഴിക്കാൻ പറയും. എന്നിട്ട് ബാക്കി പിന്നെ empty ആയിട്ട് കിടക്കാൻ പറയും. പിറ്റേ ദിവസം രാവിലെ ക്ലോസറ്റിലോ ടോയ്ലറ്റിലോ പോകുമ്പോൾ മിക്കവാറും കുറെ ഗോൾ സ്റ്റോൺസ് ചെറുതൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം ടു കൺഫേം ഇറ്റ്. നല്ലോണം കുറേ ഉണ്ട്, നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നതാണ്. ആപ്പിൾ തെറാപ്പി നമ്മളുടെ മെഡിസിൻസിന്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലവർ മറ്റേ എന്താ പറയാ വിനീഗർ, സെഡാർ വിനീഗർ അത് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ നാച്ചുറൽ ആയിട്ടുള്ളതും ഇതും വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് മാക്സ് സൾഫാണ്. മാക്സ് സൾഫ് നമ്മളുടെ മെഡിസിൻസ് തന്നെ മാക്സ് സൾഫ് 3x 6x ഒക്കെ നമ്മളുടെ സ്റ്റോൺസ് ക്രഷ് ചെയ്തിട്ട് അതിന്റെ സൈസ് കുറച്ച് അതില്ലാണ്ടാക്കാനുള്ള ഇത് ചെയ്യണം. പക്ഷെ ഗോൾഡ് സ്റ്റോണിന്റെ കേസസിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് ഓഫ് ദ സ്റ്റോണും പൊസിഷൻ ഓഫ് ദ സ്റ്റോണും. സൈസും പൊസിഷനും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. CBDയുടെ അടുത്ത് സ്റ്റോക്ക് ഹോൺസ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നല്ല വലിയ ഒരു 1 സെന്റിമീറ്റർ ഒക്കെ ഉള്ള സ്റ്റോൺസ് ആണെങ്കിൽ പതുക്കെ നമ്മൾ ഈ ആപ്പിളും ഇതൊന്നും കളിക്കാൻ നിൽക്കരുത്. നമ്മളിത് ബ്രേക്കപ്പിനുള്ള മെഡിസിൻസ് കൊടുക്കുക. ലൈക്ക് ഹൈഡ്രാഞ്ചിയ, കാൽക്കേരിയ ഒന്നും ആ സമയത്ത് കൊടുക്കരുത്. ഫെൽട്ടോരി, പിന്നെ നമ്മൾ ബെർബറിസ് വൾഗാരിസ് അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ കൊടുത്ത് ഗ്രാജുവലി അത്
പൊടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ച് 1-2 മാസം എടുത്തിട്ടാണെങ്കിലും അത് ചെറുതാക്കിയിട്ട് നമ്മൾ അത് കളയാനേ പാടുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും, ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കും, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് കൊണ്ടുവരും, പിന്നെ അതിന്റെ പുറകെ നടക്കണം. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന ഗോൾ സ്റ്റോൺസിൽ നമ്മൾ മെഡിസിൻസ് ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, കാൽക്കുലേറ്റ്സ്. പിന്നെ അടുത്ത ഗ്യാസ്ട്രോഎൻട്രോളജിയിൽ നമുക്ക് മെയിൻ ആയിട്ട് എപ്പോഴും കിട്ടുന്ന ഒരു കേസുകളിലൊക്കെയാണ് ഈ ഹെമറോയിഡ്സ്. ഇല്ലേ, ഹെമറോയിഡ്സ് ഒക്കെ നമ്മുടെ ക്ലിനിക്കിൽ എപ്പോഴും വരും. പക്ഷെ നമ്മൾ ആരും പെർ റെക്ടം എക്സാമിനേഷൻ ചെയ്യാറില്ല. ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കും അറിയില്ല, പക്ഷെ ഞാൻ ചെയ്യാറുണ്ട്. പേഷ്യന്റിനെ അവിടെ കെടുത്തി ശരിക്കും പെർ റെക്ടൽ എക്സാമിനേഷൻ ചെയ്തിട്ട് വേണം നമ്മൾ മെഡിസിൻ കൊടുക്കാൻ. ഓക്കെ, പെർ റെക്ടൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അയാൾക്ക് മറ്റേ BPH കൂടി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, ക്രാക്സ് ഉണ്ടോ, ഫിഷേഴ്സ് ആണോ ഇത്. പക്ഷെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ പെർ റെക്ടൽ ചെയ്യുമ്പോൾ സൈലോക്കിൻ ചെയ്താലും ബ്ലീഡിങ് ഉള്ള സമയത്ത് അല്ലെങ്കിൽ സിവിയർ പെയിൻ ഉള്ള സമയത്ത് നമ്മൾ പെർ റെക്ടൽ ചെയ്യാതിരിക്കുക. കാരണം വെച്ചാൽ നമ്മളത് എത്ര സൈലോക്കിൻ ജെല്ലി ഇട്ടു എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു നംപ്നെസ് അല്ലെങ്കിൽ അനസ്തേഷ്യൽ എഫക്റ്റ് എന്ന് പറയുന്നത് കുറേ സമയം എടുക്കും. നമുക്ക് അത്രയും നേരം ഇവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ. അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് സെഷനിൽ ബ്ലീഡിങ്ങോ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരമാവധി നമുക്ക് കൊടുക്കാം. ബിഫോർ ആഫ്റ്റർ ഇത് നോക്കുക, സ്റ്റൂൾ ആണോ എന്ന് നോക്കുക. മെർക്കോർ ആഫ്റ്റർ സ്റ്റൂൾ ആണെങ്കിൽ, ടെനസ്മസ് കുറേ നേരം നിൽക്കുന്നുണ്ട് ആഫ്റ്റർ സ്റ്റൂൾ ആണെങ്കിൽ നമുക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഇസ് മെർക്കോർ. അല്ലാത്തപ്പോൾ മെർക്സോൾ. മോർ ദ ബ്ലഡ് മോർ ദ സോൾ ആണ്. ഓക്കെ, മോർ ദ പെയിൻ ടെനസ്മസ് ആണെങ്കിൽ മോർ ദ മെർക്കോർ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഒരു മെഡിസിൻസിൽ ഒന്നാണ് കാലൻഡുല. കാലൻഡുല ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ഫോർ ഹെമറോയിഡ്സ്. എസ്കുലസ് ഗ്ലാബ്ര, എസ്കുലസ് റൂം, ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസിലാണ്. ഞാൻ അതിലോട്ട് കൂടുതൽ പോകുന്നില്ല. കോമൺ മെഡിസിൻസിൽ നമ്മൾ വെറുതെ റിപ്പീറ്റ് ചെയ്ത് സമയം കളയുന്നതിൽ അർത്ഥമില്ല. എസ്കുലസ് ഗ്ലാബ്ര വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ്. എസ്കുലസ് ഗ്ലാബ്ര എന്തുകൊണ്ട് ബെസ്റ്റ് മെഡിസിൻ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ അതല്ലെങ്കിൽ വെയിൻസ് എൻലാർജ്മെന്റ് അല്ലെങ്കിൽ എൻഗോർജ്മെന്റ് വരുന്നതിന് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ, എസ്പെഷ്യലി പോർട്ടൽ ഹൈപ്പർ ടെൻഷന് എസ്കുലസ് ഗ്ലാബ്ര വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ്. അതേ പാത്തോളജി അല്ലെങ്കിൽ അതേ പ്രിൻസിപ്പിൾ ആണ് ഈ ഇതിൽ വരുന്നത്, ഹെമറോയിഡ്സിൽ വരുന്നതുകൊണ്ട് എസ്കുലസ് ഗ്ലാബ്ര ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റഡ് മെഡിസിൻസ്. പിന്നെ ബ്ലൂമിയ ഒഡറേറ്റ ഇഫ് ദർ ഇസ് നോ ബ്ലീഡിങ്, പെയിൻ കാര്യമായിട്ടില്ല, ബ്ലൂമിയ, അലോ, ഇതൊക്കെ ഉണ്ട്. പക്ഷെ കാലൻഡുല ഇസ് ഓൾസോ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിലൊന്ന്. പിന്നെ കൊളിൻസോണിയയുടെ പ്രിക്കിംഗ് പെയിൻ ലാസ്റ്റ് ഫോർ ലോങ് ടൈം ആണ്. മറ്റേത് ടെനസ്മസ് എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്യണം. ഇത് വെറുതെ അവിടെ കുത്തി ഹെപ്പാർ സെൽഫ് പോലെ ഇൻഡിക്കേറ്റഡ് മെഡിസിൻസിലൊന്നാണ് കൊളിൻസോണിയ. പിന്നെ സെംപർവം ടെക്ട് എന്ന് പറഞ്ഞിട്ടൊരു മെഡിസിൻ ഉണ്ട്. നമ്മൾ ബോറിക്കിൽ എടുത്തു കഴിഞ്ഞാൽ 2-3 വരിയോ 4 വരിയേറ്റം കാണുള്ളൂ. പക്ഷെ അതിലും ഇറ്റാലിക്സിൽ എഴുതിയിട്ടുള്ളതാണ് സെംപർവം ടെക്ട് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ഹെമറോയിഡ്സ്. നിങ്ങൾക്ക് കൊടുത്തു നോക്ക്. ഇറ്റ് ഹാസ് ഗിവൺ മീ എ ഗുഡ് റിസൾട്ട്സ്. ഞാനിപ്പോൾ മിക്കവാറും ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻസിൽ ഒന്നാണ്. പിന്നെ വയേത്യ അതിലും ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വയേത്യയുടെ പെയിൻ എല്ലാ സ്ഥലത്തും, ത്രോട്ട് പെയിൻ, ഒരുമാതിരി സെൻസേഷൻസ് വരും, ആസ് ഇഫ് അൺകംഫർട്ടബിൾ സെൻസേഷൻ ത്രോട്ടിലും വരും ആസ് വെൽ ആസ് രക്തത്തിലും വരുന്നു. ആനസിലും രക്തത്തിലും വരുമ്പോൾ നമുക്ക് വയേത്യ can also be thought of. അപ്പോൾ ഇത് ഇത്രയും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫിസ്റ്റുലയിൽ മിക്കവാറും റിസൾട്ട് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം, പക്ഷെ റിസൾട്ട്സ് ഉണ്ട്. നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം, പേഷ്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. പേഷ്യൻസിനെ എത്ര എഡ്യൂക്കേറ്റ് ചെയ്തിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സോറിയാസിസ് ഇന്നലെ കഴിഞ്ഞ ആഴ്ച മെഡിസിൻ കൊടുത്തിട്ട് അഗ്രവേഷൻ വന്നു എന്നും പറഞ്ഞത് ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞിട്ടിരിക്കണം. നമ്മളത് പൈസ കൂടുതൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് മരുന്ന് മാറ്റിയപ്പോൾ അത് അഗ്രവേറ്റ് ആയി, അങ്ങനെ ആയി, ഇങ്ങനെയാണ്. ഇപ്പൊ ഒരു 10-15 മിനിറ്റ് അതാണ് എൻ്റെ വോയിസിലൊക്കെ ഒരു ചെറിയ ഇത്. എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തവരുണ്ട്, പക്ഷെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കേസുകളിലൊന്നാണ്. ഓക്കെ, അത് കുറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അഗ്രവേഷൻസ് വന്ന്, ചില സ്കിൻ കംപ്ലൈൻസ് കുറച്ച് അഗ്രവേഷൻ വന്ന് അത് കുറയണം. പക്ഷെ ചിലവർക്ക് അത് പേഷ്യൻസ് ഇല്ല, കാരണം വെച്ചാൽ അല്ലാതെ അത് മാറുകയില്ല.
ഫിസ്റ്റുല, ഫ്ലൂറിക് ആസിഡ്, വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിലൊന്ന്. ആസിഡ് നൈട്രിക്കം, കാലണ്ടുല, എഗെയിൻ. ഹെമറേജ് ഉണ്ടെങ്കിൽ കാലിക്കാബ്, അലൂമിന, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഇൻഡിക്കേഷൻസിലോട്ടൊന്നും ഞാൻ കാര്യമായിട്ട് കൂടുതലായിട്ട് പോകുന്നില്ല. ബട്ട് ദിസ് ഈ ഫിസ്റ്റുലയുടെ കൂടെ ബാക്ക് ഏക്ക്. പിന്നെ ഹെമറോയിഡ്സിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മ്യൂക്യൂന, അതായത് ഡോളിക്കോസ്. ഡോളിക്കോസിന്റെ വേറൊരു ആക്ഷൻ എന്താണ്? ഇറക്ടൈൽ ഡിസ്ഫങ്ഷനിൽ ഡോളിക്കോസ് നല്ല മെഡിസിൻസിൽ ഒന്നാണ്. അപ്പോൾ ആ ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും ഇതിനൊക്കെ ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരുന്നതാണ് മ്യൂക്യൂണ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു മെഡിസിൻസ്. ഈ ബാക്ക് ഏക്ക് വിത്ത് ഫ്ലൂറിക് ഇതാണെങ്കിൽ don't touch it. Don't touch now. I'll do it later. Don't touch. Okay, ഫ്ലൂറിക് ആസിഡ്. അത് ഫ്ലൂറിക് ആസിഡ് അല്ല. ഇപ്പോ ബാക്ക് ഏക്കിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് കൊബാൾട്ടം മെറ്റ്. കൊബാൾട്ടം മെറ്റ് കഴിഞ്ഞിട്ടേ ഞാൻ വേറൊരു മെഡിസിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അതിന് കാരണക്കാരൻ നമ്മുടെ ജയറാം സാറാണ്. സെമിനാർസിന് വരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കൊബാൾട്ടം മെറ്റ് ഒരു 300, 400, 500 പേഷ്യൻസിന് കൊടുത്തു. ഒരു 75% അറ്റ്ലീസ്റ്റ് ബേസിക് ബാക്ക് ഏക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത, കൊബാൾട്ടം മെറ്റിന്റെ പ്രത്യേകത കോക്സിക് ഏരിയയിലാണ്. അപ്പോൾ ഫിസ്റ്റുലായിട്ട് കണക്റ്റഡ് ആയിട്ട്, ഫിസ്റ്റുലയുടെ സമയത്ത് ബാക്ക് ഏക്ക് ഉണ്ടെങ്കിൽ ഫിസ്റ്റുല വിത്ത് കൊബാൾട്ടം മെഡിസിൻസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. കോക്സഡേനയ്ക്ക് കൊബാൾട്ടം മെറ്റ് കഴിഞ്ഞിട്ടേ നമുക്ക് മെഡിസിൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് കൊബാൾട്ടം മെറ്റ്. പിന്നെ ഇതൊന്ന്. പിന്നെ ഇത് പറയുമ്പോൾ തന്നെ സിങ്കം മെറ്റ് ബാക്ക് ഏക്കിന്, സാധാരണ ബാക്ക് ഏക്സിന് ഒക്കെ നല്ലൊരു മെഡിസിൻസിൽ ഒന്നാണ്. സിങ്കം മെറ്റിന്റെ നമുക്കറിയാം കാലിങ്ങനെ ഷിവർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ കാലിങ്ങനെ നമ്മൾ അറിയാതെ തന്നെ ഷിവർ ചെയ്യുന്നൊക്കെ ഇതാണ്. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ മെഡിസിൻസ് ആണ് സിങ്കം മെറ്റ്. പിന്നെ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന മെഡിസിൻസിൽ ഒന്നാണ് ഗൊയാക്ക. അപ്പൊ ഈ 3-4 മെഡിസിൻസിൽ പിന്നെ ഈ സിങ്കം മെറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴും എനിക്ക് വേറെ കുറെ കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് ഫ്രഷ് അപ്പ് ചെയ്ത് പോകേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഈ സിങ്കം മെറ്റ് നമ്മുടെ അടുത്തുള്ള മാക്ഫോസ്, 5-ഫോസ് മെഡിസിൻസ്, ടാബ്ലറ്റ്സ്, 5-ഫോസിന്റെ നമ്മൾ എപ്പോഴും കൊടുക്കുന്ന മെഡിസിൻസ് ആണ് 5-ഫോസ് ഒക്കെ. അത് നമുക്കൊരു 40s അല്ലെങ്കിൽ 50s കഴിയുമ്പോൾ ഈ 5-ഫോസ് നമുക്ക് റെഗുലർ ആയിട്ട് പേഷ്യൻസിന് കൊടുത്തു കഴിഞ്ഞാൽ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ന്യൂറോ ഇഷ്യൂസ് കുറയും, അവരുടെ ഡയബറ്റീസ് കൺട്രോളിലും വരും. നാട്രം സൾഫ് ലിവറിന് മെഡിസിൻസ് ആയിട്ട് നമുക്ക് ഒന്നുമില്ലെങ്കിലും, അതും പ്രത്യേകിച്ച് ആൽക്കഹോളിക് ആണ്, ചെറിയ ഒരു എന്താ പറയാ, ഒരു പെഗൊക്കെ വല്ലപ്പോഴും 1-2 പെഗൊക്കെ കഴിക്കുന്ന ആൾ വല്ല ലിവറിന് കംപ്ലയിൻസ് വേണ്ടെന്നപ്പോൾ നാട്രം സൾഫ് നമുക്ക് കൊടുക്കുന്നത് വളരെ നല്ല ഇതാണ്. ഞാൻ പറയണെന്ന് വെച്ചാൽ ഒരു 50 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ജനറൽ നമ്മുടെ സപ്ലിമെന്റ്സ് ഒക്കെ പോലെ നമുക്ക് നമ്മുടെ മെഡിസിൻസ് നാട്രം ഫോസ് 3x, നാട്രം സൾഫ് 3x, ഈ സിങ്കം, 5-ഫോസ്, ഇതൊക്കെ 5-ഫോസ് ഒക്കെ നല്ല മെഡിസിൻസിലൊന്നാണ്. നല്ല ബ്രാൻഡ് നോക്കിയിട്ട് ബാക്സിന്റെ നല്ലതാണ്, അതുപോലെ അലൻ, അങ്ങനെ 2-3 ബ്രാൻഡ്സ് ഉണ്ട്. പക്ഷെ ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്നത് ബാക്സിന്റെ ആണ്. റെഗുലർ ആയിട്ട് വരുന്ന പേഷ്യൻസിന് അത് കൊടുത്തുകൊണ്ടിരിക്കുക കുറച്ച് ദിവസം. അപ്പോൾ അത് നോക്കുക, അങ്ങനെയുള്ള കാര്യം. അപ്പോൾ ഇതൊരു ജനറൽ ട്രെൻഡ് ആക്കണത് നല്ലതാണ്. കാരണം വെച്ചാൽ വെറുതെ അനാവശ്യമായിട്ട് സപ്ലിമെന്റ്സും അതും ഇതൊക്കെ നമ്മളിപ്പോൾ വിറ്റാമിൻ ഡിയും അതൊക്കെ വലിച്ചു വാരി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. കാരണം കൊടുക്കാതെ നിവൃത്തിയിൽ അത്രയും വിറ്റാമിൻ ഡി കുറഞ്ഞിട്ടുള്ള കേസുകൾ ഇപ്പോൾ ഇഷ്ടം പോലെയാണ്. അതുപോലെ ന്യൂറോബയോൺ ഇഷ്ടം പോലെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ന്യൂറോബയോണിനൊക്കെ പകരം സിങ്ക് അല്ലെങ്കിൽ നമ്മളുടെ 5-ഫോസിൽ മാക്ഫോസ്, നമ്മളുടെ നാട്രം മ്യൂർ 3x ശരിക്ക് നമ്മളതൊന്ന് പൊടിച്ചൊക്കെ അല്ലെങ്കിൽ നാട്രം മ്യൂർ 3x കൊടുത്തു കഴിഞ്ഞാൽ ഈ സോഡിയം കുറയണ കാര്യങ്ങളൊക്കെ വളരെ വ്യത്യാസം വരും. നാട്രം ഫോസ്, നാട്രം മ്യൂർ, ഈ സോഡിയം കുറയുന്ന ടെൻഡൻസി ഉള്ളവർ, അതിൽ ഒന്നുമില്ലെങ്കിലും സോഡിയം മര്യാദക്ക് റീറ്റെയിൻ ചെയ്തിരിക്കും. അറ്റ്ലീസ്റ്റ് വീക്ക്ലിയോ ഡെയിലിയോ ഒരു ടാബ്ലറ്റ്, ചെറിയ 1 ടാബ്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് മാറും അത്. അപ്പോൾ പേഷ്യൻസിന് വേണമെങ്കിൽ ലൈഫ് സ്റ്റൈലായിട്ട് അവർ കഴിക്കുക, നമ്മുടെ അടുത്ത് വന്ന് പ്രിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കും. അപ്പോൾ ജനറലായിട്ട് അപ്പം നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈലും നമ്മളുടെ മെഡിസിൻസ് ഒരു ലൈഫ് സ്റ്റൈലിലായിട്ട് പേഷ്യൻസ് കൊണ്ടു നടക്കും.
ഇതിപ്പോ അതിന് പകരം കാണുന്ന എന്തൊക്കെ സപ്ലിമെന്റ് ഉണ്ടെന്ന് അവർക്ക് പോലും അറിയില്ല. സപ്ലിമെന്റ്സ് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളുണ്ട്, സപ്ലിമെന്റ്സ് കഴിക്കണേലല്ല. പക്ഷെ നമ്മൾ ആവശ്യത്തിനോ അനാവശ്യത്തിനോ ആണോ എന്നുള്ളത് നോക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അതൊന്ന്. ഫിഷറിന് അടുത്ത മെഡിസിൻസ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് പ്ലംബം, കോണ്ടുരാഗോ, ആസിഡ് നൈട്രേറ്റ്. കോണ്ടുരാഗോ എന്തിനാന്ന് പറഞ്ഞിട്ടുള്ള കോർണസ് ക്രാക്ക് ആണ്. അത് ലിപ്സ് പറയുന്നുണ്ടെങ്കിൽ ലിപ്സിന്റെ അതേപോലത്തെ നമ്മുടെ എന്താ പറയുക ലെയർ ആണ്. ലിപ്സിന്റെ അത്രയും സോഫ്റ്റ് ലെയേഴ്സ് ആണ് നമ്മുടെ ആനോറെക്ടൽ ജംഗ്ഷൻസിൽ വരുന്ന സെല്ലുലാർ അല്ലെങ്കിൽ സെല്ലുലാർ ഇത് സോഫ്റ്റ്നെസ്സും സെല്ലുലാർ ടിഷ്യൂസും. അപ്പോൾ അവിടെയൊക്കെ ക്രാക്ക് വരുന്നതിന് നമുക്ക് കൂടുതൽ ഉപയോഗിക്കാം കോണ്ടുരാഗോ. അപ്പം പാത്തോളജി അല്ലെങ്കിൽ സ്ഫിയർ ഓഫ് ആക്ഷൻ നമുക്ക് ലിപ്സ് മാത്രമല്ല, അതിന്റെ പാത്തോളജി എന്താണ്, സൈഡ്സ് ഓഫ് ദ കോർണർ ഇതാണ്. അതും നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ലിവർ ഓൾസോ ഇതുണ്ട്. ഈ സോറിയാസിസിന് നമ്മൾ വരുമ്പോൾ ആദ്യം നമ്മൾ സോറിയാസിസും ലിവറും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, അത് ആദ്യം ഇൻഡിക്കേറ്റ് ചെയ്തത് നമ്മൾ മരിച്ചുപോയ ഡോക്ടർ പ്രകാശാണ്, ചേർത്തലയിലുള്ള. അപ്പൊ ആ ഒരു ഡോക്ടറുടെ ഒരു തോട്ട് പ്രോസസ്സ് നമ്മൾ പിന്നെ അത് റെഫർ ചെയ്ത് മിക്കവാറും സോറിയാസിന് ഒരു ലിവർ കണക്ഷൻസ് ഉണ്ട്. യു ഗൂഗിൾ ഇറ്റ് ആൻഡ് സി. ആ ഒരു ലിവറിന്റെ കംപ്ലീറ്റ് കണക്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഇൻഡിക്കേറ്റഡ് മെഡിസിൻസിന്റെ കൂടെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് കൊടുക്കാം. മെഡിസിൻസ് കൊടുത്ത് നമുക്ക് ലിവറൊക്കെ പെട്ടെന്ന് കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ. കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പൊ ഏത് മെഡിസിൻ കൊടുക്കുമ്പോഴും നമുക്ക് വേണമെങ്കിൽ ലിവർ മെഡിസിൻസ് ആയിട്ട് ഒരു ലിവർ മെഡിസിനും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇഫ് ദ മെഡിസിൻ കവർ സോറിയാസിന് ലിവറിന്റെ ഒരു മെഡിസിനും കൂടി കവർ ചെയ്യുന്ന മെഡിസിനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് വേണമെങ്കിലും കൊടുക്കാം. ഐ ഡു ഇറ്റ്. ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു ലിവറിന്റെ മെഡിസിൻ ചെലിഡോണിയോ കാർഡസോ അല്ലെങ്കിൽ കാൽമഗോ എന്തെങ്കിലും ഡെയിലി ഒരു 5 തുള്ളി വെച്ചിട്ട് 10 തുള്ളി വെച്ചിട്ട് കഴിക്കാൻ സോറിയാസിസ് കേസുകൾക്ക് ഞാൻ കൊടുക്കാറുണ്ട്. ഇത് ഞാൻ പറഞ്ഞതാണെന്നുണ്ട്. അനീമിയയുടെ കേസ് കേട്ട് ലെസിത്തിൻ മെഡിസിൻ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. സ്ട്രിക്നിനം ഫോസ്, ഓക്കെ, ബ്രസ്റ്റ് മിൽക്ക് കൂട്ടാനും നല്ലതാണ് ഈ ലെസിത്തിൻ. ഓക്കെ, ഇമ്മീഡിയറ്റ് ഡിക്രീസ് ഇൻ ഫോസ്ഫേറ്റ് സെക്രേഷൻ. ലെസിത്തിൻ നമുക്ക് വേറൊരു കാര്യത്തിൽ അനീമിയയിലും യൂസ് ചെയ്യുന്നുണ്ട്. യൂറിനിൽ നിന്ന് ഈ ഫോസ്ഫേറ്റ് പോകുന്നത്, അതായത് ആൽബുമിൻ ഒക്കെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാനും പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ്. സ്ട്രിക്നിനം ഫോസ്ഫറസ് ഉണ്ട്, വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. അപ്പറ്റൈറ്റ് ലോസ്റ്റ്, പെട്ടെന്ന് അപ്പറ്റൈറ്റ് ഇല്ല, അനീമിയ ഒക്കെ ഉണ്ടെങ്കിൽ സ്ട്രിക്നിനം ഫോസ്ഫറിക്കും കൊടുക്കാം. സ്ട്രിക്നിനം നൈട്രിക്കം ക്രേവിംഗ് ഫോർ ആൽക്കഹോൾ. ഓക്കെ, അതിന്റെ കൂടെ ഡയബറ്റീസും കൂടി ഉണ്ടെങ്കിൽ യു ക്യാൻ തിങ്ക് അബൌട്ട് സ്ട്രിക്നിനം ആർസെനിക്കം. സ്ട്രിക്നിന്റെ എഫക്റ്റും വരും, ആർസെനിക്കിന്റെ നെർവ്സിലുള്ള ഇതും വരും. പക്ഷെ വീക്ക്നെസ്സും ഫ്രസ്ട്രേഷനും ഒക്കെ ആയിട്ട് ഡയബറ്റീസ് മെലിറ്റേഴ്സിന് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് സ്ട്രിക്നിനം ആർസെനിക്കം. ക്രേവിങ്, പിക്കിള്, ഇതൊക്കെ ഉണ്ട്. ഹിക്കഫിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു എന്നുണ്ട് ഈ ടോപ്പിക്ക്. ഖജപുട്ടം നല്ലതാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ്. ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഹൈപ്പർ ആസിഡിക്ക് ഞാൻ പറഞ്ഞത് ഒറക്സം ടെനാക്കം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ എക്സ്പ്ലനേഷനും തന്നതാണ്. പിന്നെ മിക്കവാറും നമുക്ക് വരുന്നത് രാത്രി ഉറക്കമില്ലാണ്ട് ഈ ഇൻഡൈജഷൻ ഒക്കെ വരുന്നത്. ഇൻഡൈജഷൻ ഹാപ്പനിങ് ആഫ്റ്റർ വിത്തൗട്ട് സ്ലീപ്പ്. നമുക്ക് രാത്രി ചിലപ്പോൾ ഉറങ്ങാൻ പറ്റിയില്ല, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഫുഡ് കഴിച്ചത് ശരിയായില്ല, ആൻഡ് യു ഗെറ്റ് ഇൻഡൈജഷൻ, സ്ലീപ്പ് ശരിയാവാതെ പിറ്റേ ദിവസം രാവിലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നാട്രമ്യൂർ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ്. നെക്സ്റ്റ് മൊസ്കട്ട നല്ലതാണ്, ഫെൽട്ടോറി നല്ലതാണ്, എപ്പിഫീജിയ നല്ലതാണ്. ഇതൊക്കെ ഫെൽട്ടോറിയുടെ അതേ സിംറ്റംസിൽ വരുന്നതാണ് എപ്പിഫീജിയ ഒക്കെ. പക്ഷെ ഫെൽട്ടോറി നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്നതുകൊണ്ട് നമ്മളത് കൂടുതൽ കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പിഫീജിയ നിങ്ങൾ ബോറിക്കിലൊക്കെ ഒന്ന് വായിക്കും. വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ഇൻഡൈജഷൻസിൽ വരുന്നത്. ഓക്കെ, ഹെഡ് ഏക്ക് ഡ്യൂ ടു ഇൻഡൈജഷൻ.
വളരെ കുറച്ച് മെഡിസിൻസിൽ വരുന്നുള്ളൂ. ഇഗ്നേഷ്യ ആണ് വൺ ഓഫ് ദ മെഡിസിൻസ്, ഏറ്റവും ടോപ്പ് ഇൻഡിക്കേറ്റഡ് മെഡിസിൻസിൽ ഒന്നാണ് ഇഗ്നേഷ്യ. പിന്നെ നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഡ്യൂ ടു ആൽക്കഹോൾ. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന മെഡിസിൻസ് കുപ്രമെറ്റും ഗുൽത്തേരിയും. ഗുൽത്തേരിയ ഒന്നും നമ്മൾ സാധാരണ ചിന്തിക്കാറ് പോലുമില്ല, പക്ഷെ ഗുൽത്തേരിയ ഇസ് വൺ ഓഫ് ദ വെരി ഗുഡ് മെഡിസിൻ ഫോർ ഇത്. അദ്കലാഗ്. ഓക്കെ. പിന്നെ സാധാരണ നമ്മുടെ ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസേഴ്സ്, വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് ജെറേനിയം മാക്കും ഓർണിത്തോഗാലം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടം വരെയൊക്കെ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. എന്നാലും ഒന്ന് ഇത് ചെയ്തൊന്ന് മാത്രം. ഡോക്ടറെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ, മ്യൂട്ടായി പോയി. ഓക്കെ, കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. നോസിയ ഫ്രം പ്രഗ്നൻസിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോമോർഫിനും അമേഗ്ഡാലസ് ഫോസിക്ക അതൊക്കെ ഉണ്ടെങ്കിലും സ്റ്റെഫിസാഗ്രിയ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ലാക്ടിക് ആസിഡ് ഓൾസോ അനദർ വൺ ഓഫ് ദ ഗുഡ് മെഡിസിൻസ്. നിങ്ങൾ അതൊന്ന് വായിക്കുക. നല്ലൊരു മെഡിസിൻസ് ആണ് ലാക്ടിക് ആസിഡ്. ലാക്ടിക് ആസിഡ് ഇൻടോളറൻസിലും ലാക്ടിക് ആസിഡ് കുറയും, അപ്പം മസിൽ വീക്ക്നെസ് വരും, പെയിൻ വരും. ലാക്ടിക് ആസിഡ് നമ്മുടെ ഫീവറിനും നല്ലതാണ്. നമ്മളുടെ മസിൽ പെയിൻ ആഫ്റ്റർ ഫീവർ അല്ലെങ്കിൽ പ്രൊസ്ട്രേഷൻസ് അല്ലെങ്കിൽ ആഫ്റ്റർ ഫീവർ അല്ലെങ്കിൽ ബോഡി പെയിൻ കൂടുതലുണ്ടെങ്കിൽ, ഫീവർ വിത്ത് ഹൈ ബോഡി പെയിൻ ആണെങ്കിൽ നമ്മൾ ഇപ്പിറ്റോറിയത്തിന്റെ കൂടെ ലാക്ടിക് ആസിഡ് ഇസ് ഓൾസോ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ്. അതിന്റെ കൂടെ നാട്രം സാലിസിലിക്കം, ഇൻഫ്ലുവൻസ, ബോഡി പെയിൻ ആഫ്റ്റർ ഇൻഫ്ലുവൻസ. ഓക്കെ, അതും വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ്. ഓക്കെ. പിന്നെ പറഞ്ഞ അൾസർ ഓഫ് ദ സ്റ്റൊമക്ക് ഞാൻ പറഞ്ഞ പോലെ സിംഫൈറ്റം, പിന്നെ ഓർണിത്തോഗാലം. വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ആണ് അൾസറിൽ. നമ്മൾ ബാക്കി കൊടുക്കുന്ന കാലിബൈക്ക് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് ഒക്കെ സാധാരണ കൊടുക്കുന്ന മെഡിസിൻ. പക്ഷേ ഇതിൽ 2-3 ഞാൻ ഇതാണ്. പിന്നെ ഞാൻ ഇപ്പൊ ഡ്രിങ്ക്സ് ഓഫ് എനി കൈൻഡ്, അതായത് പച്ചവെള്ളം കുടിച്ചാലും ഛർദ്ദിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ആൽക്കഹോൾ കുടിച്ചാൽ ഛർദ്ദിക്കും, അല്ലെങ്കിൽ പെപ്സി കുടിച്ചാൽ ഛർദ്ദിക്കും. എന്ത് കുടിച്ചാലും ഛർദ്ദിക്കുന്നതിന് നമ്മൾ ഫോസ്ഫറസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. അതിന്റെ കൂടെ ബിസ്മത്ത് നല്ലതാണ്, കാൻതാരിസ് നല്ലതാണ്, ഇപ്പറ്റോറിയം പെർഫോളിയേറ്റും നല്ലതാണ്. അപ്പോൾ ഈ 3 മെഡിസിൻസ് നിങ്ങൾക്ക് ബാക്കിയുള്ള മെഡിസിൻസിന്റെ കൂടെ ചിന്തിക്കാവുന്ന ഒരു മെഡിസിൻസ് ആണ് ബിസ്മത്ത്. ബിസ്മത്തിന്റെ നമുക്കറിയാലോ ബെൻഡിങ്ങും കാര്യങ്ങളൊക്കെ, വൊമിറ്റിംഗ് വിത്ത് ബെൻഡിങ്ങും, പിന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. കാൻതാരിസ് ആസ് യൂഷ്വൽ, കാൻതാരിസിന്റെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. പക്ഷെ നിങ്ങൾ അബ്ഡോമിനിൽ എടുത്ത് നോക്കുമ്പോൾ കാൻതാരിസ് ചിലപ്പോൾ ഒരു വരിയേ ഉള്ളൂ അതിൽ, പക്ഷെ അത് നിങ്ങളത് കൊടുക്കുക ചിലപ്പോൾ ഇറ്റാലിക്സിൽ അല്ലെങ്കിൽ ഒരു വരിയാണ് ഉണ്ടാവുക ബോറിക്കില്. അത് നമ്മൾ എപ്പോഴെങ്കിലും വായിക്കുമ്പോൾ ഒന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയെങ്കിലും ഒരു കേസ് നമ്മളെടുത്ത് വരും. അങ്ങനെ കൊടുത്ത് തുടങ്ങണതാണ്. അപ്പോൾ നമ്മൾ ബോറിക്കിൽ എവിടെ കിട്ടുകയെന്ന് വെച്ചാൽ ബോറിക്കിൽ ഒരു വരിയായിരിക്കും, കണ്ടമാനം ഇൻഡിക്കേഷൻസിൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മൾ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ കുറേ എക്സ്പ്ലനേഷൻസ് ഒന്നും ഈ സിംറ്റംസിന് ഉണ്ടാവില്ല. കാൻതാരിസിന്റെ ഇറിറ്റേഷൻ കൊണ്ടാണ് നമ്മൾ കാൻതാരിസ് വരുന്നത്. എങ്ങനെയാ? ഇറിറ്റേഷൻ ആണ്, അതൊരു ഫ്ലൈ ആണ്, അതിന്റെ ഇറിറ്റേഷനും അതിന്റെ പോയ്സണും കാരണമൊക്കെ വരുന്നതാണ്. അതാണ് കാൻതാരിസിന്റെ ഡോക്ട്രിൻ ഓഫ് സിഗ്നേച്ചർ ആണ്. അതുകൊണ്ടാണ് കാൻതാരിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ എനി ഇറിറ്റേഷൻസ് ഇൻ ദ ഗാസ്ട്രിക് ഏരിയ കോസസ് വോമിറ്റിംഗ്. അബ്ഡോമിൻ പെയിൻ എങ്ങനത്തെ? നമ്മളുടെ
ഇന്റർസെപ്ഷൻ കേസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് നമുക്ക് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് തന്നെ കൊടുക്കാം പ്ലംബം സ്പെസിഫിക് പൊട്ടൻസിയും പറഞ്ഞിട്ടുണ്ട്. ഞാനത് കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ ചന്ദ്രഭാനു മിക്കവാറും കൊടുക്കുന്നതാണ്. ഞങ്ങൾ അങ്ങനെ ഡിസ്കസ് ചെയ്ത് കൊടുക്കുന്ന മെഡിസിൻസിലാണ്. എത്ര കേസ് വന്നാലും ഫസ്റ്റ് എയ്ഡ് 90% നമ്മൾ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് കറക്റ്റ് ആക്കി കൊണ്ടുവരാൻ പറ്റും. പ്ലംബം മെറ്റ് നമ്മളത് റെഗുലർ ആയിട്ട് ഒരു അരമണിക്കൂർ 10 മിനിറ്റ് ഇടവിട്ടോ 5 മിനിറ്റ് ഇടവിട്ടോ നിങ്ങൾ പ്ലംബം മെറ്റ് കൊടുക്കുക. അതിന്റെ റിസൾട്ട്സ് നിങ്ങൾക്ക് അപ്പം തന്നെ കാണും. ഓക്കെ. ഫ്ലാറ്റുലന്റ് കോളിക്, അതായത് വളരെ ഇത് പറഞ്ഞ പോളിഗോണം എല്ലാം ഉണ്ട്. നെക്സോമിക്ക മുതൽ കാർബോവച്ച് മുതൽ എല്ലാം ഉണ്ട്. പക്ഷെ പോളിഗോണം പങ്ക്ച്വേറ്റം എന്ന് പറഞ്ഞ മെഡിസിൻസ് ഹെമറോയിഡ്സ്, സ്കിൻ സൂപ്പർഫിഷ്യൽ അൾസേഴ്സിൽ, സോസ് എസ്പെഷ്യലി ഇൻ ഫീമെയിൽസ്, ഹെമറോയിഡ്സിൽ നല്ലതാണ് പോളിഗോണം. എഗെയിൻ പോളിഗോണത്തിന്റെ ഡോക്ടറിൻ ഓഫ് സിഗ്നേച്ചറും അതിന്റെ സ്പിയർ ഓഫ് ആക്ഷനും അതിന്റെ ആക്സൻസ് ആണ് മെയിൻ ആയിട്ട് ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരുന്നത്. പോളിഗോൺ എടുത്ത് വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു വരിയാണ് നിങ്ങൾ പറയണം. അപ്പോൾ സാധാരണ ഡോക്ടർ എവിടുന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഇതുപോലെ തന്നെ ആരെങ്കിലും ആയിട്ട് രമാദേവി ഡോക്ടറായിട്ടോ അല്ലെങ്കിൽ ശാന്ത ഡോക്ടറായിട്ടോ അല്ലെങ്കിൽ ചന്ദ്രമൻ ഡോക്ടർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജൂനിയേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് ക്യാമ്പുകളിലോ എവിടെയെങ്കിലും ഇവരൊരു പോയിന്റ് ചിലപ്പോൾ പറയും. സാധാരണ നമ്മൾ വിട്ടുപോകും. പക്ഷെ ഇവരൊക്കെ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് നമ്മളുടെ ജൂനിയർ സമയത്ത് പോലും ഇവരുടെ വായന എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കണം, ജയറാം സാറിന്റെയും ഇവരുടെയൊക്കെ. അപ്പൊ ആ ഒരു റെസ്പെക്ട് മൂലം അന്ന് മുതലുണ്ട്. ഇവരുടെ വായനൊക്കെ എവിടുന്നെങ്കിലും ഒന്ന് കിട്ടും, നമ്മളത് ഇതെടുക്കും. പിന്നെ രമാദേവി ഡോക്ടറുടെ കാര്യം നിങ്ങൾക്ക് അറിയാം, എൻ്റെ അടുത്ത് ഇപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിലൊന്നാണ് ഈ പോളിഗോണം. അത് നമുക്ക് സ്കിൻ സൂപ്പർഫിഷ്യൽ അൾസേഴ്സിലും സോസ്, ഇപ്പൊ ഞാൻ മിക്കവാറും ഉപയോഗിക്കുന്ന ഒരു മെഡിസിനും കെജപുട്ടവും അർജന്റോനൈട്രിക്കും നല്ലതാണ്. പക്ഷെ കെജപുട്ടം നമുക്ക് വളരെ നല്ലൊരു മെഡിസിൻസിലൊന്നാണ്. ഓക്കെ. പോളിഗോണം നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് വായിച്ചു നോക്കുക. ബോറിക്കിൽ ആകെ ഒരു വരിയേ ഉള്ളൂ, ഇറ്റാലിക്സിലോ അങ്ങനെയുള്ളൂ. പിന്നെ എനിക്ക് കിട്ടിയത് ഇത് രമ ഡോക്ടറുടെ വായനാണ്. ഇത് വന്നപ്പോഴാണ് നമ്മളിത് റെഫർ ചെയ്ത് പിന്നെ ഇത് കൊടുത്തു തുടങ്ങി. അപ്പൊ റെഗുലർ ആയിട്ട് ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഇൻഡിക്കേഷൻസ് മാത്രം ചോദിച്ചുകൊണ്ട് എനിക്ക് ഈ ഒരു ഇൻഡിക്കേഷൻ എനിക്കും ഉള്ളൂ. പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ 90% റിസൾട്ട്സ് വരുന്നുണ്ട്. പിന്നെ ഹെമറേജ് ഡ്യൂറിങ് സ്റ്റൂള്, അതായത് മിക്കവാറും ഫിസ്റ്റുല ആവും അല്ലെങ്കിൽ ഇതൊക്കെ ആവും. പക്ഷെ അലൂമിൻ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ്. പിന്നെ ഇൻഫ്ലമേഷൻ ഓഫ് ദ റെക്ടം, നമ്മൾ ഈ ഇതില്ലേ റെക്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റെഡ്നെസ് കാണും. നമ്മൾ ലാക്ടോസ് ഇൻടോളറൻസിന് അതിന്റെ ഇൻഡിക്കേഷൻസ് ആണ് നമ്മൾ പറയാറുണ്ട്. റെഡ് ലൈക്ക് എന്നൊക്കെ പറഞ്ഞ സൾഫറിന്റെ ഇൻഡിക്കേഷൻ ആണ്. സൾഫർ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. സൾഫർ കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് ഈ ലാക്ടോസ് ഇൻടോളറൻസിന് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് സൾഫർ. പിന്നെ കൊളിൻസോണിയ. ഓക്കെ, കൊളിൻസോണിയ നല്ലതാണ്. ഇൻഫ്ലമേഷൻ ഓഫ് ദ റെക്ടം, പെയിൻ ഉണ്ടാവും, നല്ല സ്റ്റിച്ചിങ് പെയിൻ ഉണ്ടാവും. ഈ എന്താ പറയുക, കുത്തുന്ന വേദനയായിരിക്കും. അതുപോലെ തന്നെ ഈ ഞാൻ മെർക്കോർ പറഞ്ഞ പോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫൈറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ്. ലോങ് ലാസ്റ്റിംഗ് പെയിൻ ഇൻ ദ റെക്ടം ആഫ്റ്റർ സ്റ്റൂൾ. ഗ്രാഫൈറ്റിസും സെഡം ആക്രെ നിങ്ങൾ ബോറിക്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇൻഡിക്കേറ്റഡ് ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, സെഡം ആക്രയുടെ ലോങ് ലാസ്റ്റിംഗ് പെയിൻ വിത്ത് മെർക്കോറും ഇതുമാണ്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. ജെൻറ്റോറോപ്പാനി ഡിൻഡിഗോ. ഓക്കെ, പ്രൊലാപ്സസ് ആനയൊക്കെ നമ്മൾ ചെറിയ തോതിൽ അവിടെയൊക്കെയാണ് നമ്മളുടെ ഈ റെക്ടം നമ്മൾ പെർറെക്ടം ചെയ്യണം എന്ന് പറയുന്നത്. പ്രൊലാപ്സസ് ആന കേസുകൾ നമ്മളടുത്ത് വരാറുണ്ട്. പക്ഷെ ഞാൻ മിക്കവാറും എടുക്കാറില്ല. ഐ ഡു റെഫർ ടു ദ സർജൻ. കാരണം അത് നമ്മളെ കൊണ്ട് മെഡിസിൻ അത് വരുന്നത് ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ പ്രഗ്നൻസിയാണ് അതിൻ്റെ ഒരു കോസ് വരാം. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇത് വീക്ക്നെസ് ആവും, അങ്ങനെ വരുന്നതാണ്. പിന്നെ വരുന്നത് ഓൾഡ് ഏജിലാണ്. അതിലൊക്കെ പെസറി ഇടണം, ഇതൊന്നും നമുക്ക് പറ്റില്ല. ഇറ്റ് ഇസ് ബെറ്റർ റെഫർ ടു ഐദർ എ സർജൻ അല്ലെങ്കിൽ ഇത് ചെയ്യാം.
ഓക്കെ, അപ്പൊ അത് സർജന് തന്നെ നമ്മൾ റെഫർ ചെയ്യാം. നമ്മൾ വെച്ചിട്ട് അത് കുളമാക്കേണ്ട കാര്യമില്ല. ചെറുതൊക്കെയാണ്, ഫസ്റ്റ് ഗ്രേഡ് ആൻഡ് ഫസ്റ്റ് ഡിഗ്രി ഒക്കെയാണ്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഹോണസ്റ്റ്ലി ഞാൻ റെഫർ ചെയ്യാറുണ്ട്. ഇവൻ ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി ആകുമ്പോഴത്തേനും ഞാൻ സെക്കൻഡ് ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ തന്നെ ഞാനത് റെഫർ ചെയ്യും. വെച്ചാൽ നമ്മുടെ കയ്യിൽ കിട്ടാറില്ല. കോൺസ്റ്റിപ്പേഷൻ ഇൻ ഓൾഡ് ഏജ്. ഓക്കെ, കോൺസ്റ്റിപ്പേഷൻ ഇൻ ഓൾഡ് ഏജ്, സെലീനിയം ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നിലാണ് കോൺസ്റ്റിപ്പേഷൻ ഇൻ ഓൾഡ് ഏജ്. പ്ലംബം അത് ഇതൊക്കെ ഉണ്ട്, ഇവിടെ സെലീനിയം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ചെയ്യാത്തവർ. ഇൻവോളണ്ടറി, അതായത് സ്റ്റൂൾ അല്ലെങ്കിൽ ഇത് വെൻ പാസിങ് ഫ്ലാറ്റസ്, നമ്മൾ വയറ്റിൽ നിന്ന് ഇത് പോകുമ്പോൾ തന്നെ, ഇത് നമ്മുടെ ഗ്യാസ് പോകുമ്പോൾ തന്നെ അതിന്റെ കൂടെ ഒരു മലവും കൂടി പോകുന്നു. ഇന്ന് പോലും വന്ന കേസാണ്. ഒലിയാൻഡർ, ഫോസ്ഫോറിക് ആസിഡ്. ഓക്കെ, ബാക്കിയുള്ള മെഡിസിൻസ് ഇല്ല എന്നല്ല, ബാക്കിയുള്ള മെഡിസിൻസിന്റെ കൂടെ ചിന്തിക്കാവുന്ന മെഡിസിൻ ഈ ആസ് ഈക്വൽ ആൻഡ് ആസ് ഓൺ പാർ വിത്ത് എന്ന് പറയില്ലേ നമ്മള്. ഓക്കെ, നമ്മൾ കേസ് ടേക്കിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, മെഡിസിൻസ് സെലക്ഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, നമ്മൾ ചോദിക്കുക എങ്ങനെയാണ് ഈ അറിയാതെ പോണത്. മൂത്രം ഒഴിക്കുമ്പോഴാണ് പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻ മാറി. ഗ്യാസ് പോകുമ്പോൾ അതിന്റെ കൂട്ടത്തിലാണ് പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറി. അതാണ് കേസ് ടേക്കിങ്ങിന്റെ ഇമ്പോർട്ടൻസ്. സാറേ അത് അറിയാതെ പോകും, അത്രേ ഉള്ളൂ. ഓക്കെ, ബാക്കി ഒരു എക്സ്പ്ലനേഷൻസിൽ അതിന്റെ ഡീറ്റെയിൽസിലോട്ടും കൂടി നമ്മൾ പോകണം. ജൂനിയേഴ്സിന്റെ അടുത്തും കൂടിയാണ്, സീനിയേഴ്സിന്റെ അടുത്ത് അവർക്കറിയാം. ജൂനിയേഴ്സിന് ഓരോ സിംറ്റം ചിലപ്പോൾ നമുക്ക് എലാബറേറ്റ് ചെയ്യാൻ പറയേണ്ടി വരും. കാരണം നമുക്ക് കിട്ടുന്നത് ലൊക്കേഷൻ അല്ലെങ്കിൽ പാത്തോളജി മാത്രമാണ്. അതിന്റെ കൂടെ PQRS ആയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇൻവോളണ്ടറി വെൻ പാസിങ് യൂറിൻ ആണെങ്കിൽ മ്യൂറിയാറ്റിക് ആസിഡ് ആണ് മെഡിസിൻ വരുന്നത് കൂടുതൽ പെട്ടെന്ന് വരുന്നത്. പ്ലംബം ഉണ്ട്, കോസ്റ്റിക്കം ഉണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും മ്യൂറിയാറ്റിക് ആസിഡ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. പിന്നെ ഒഫൻസീവ് സ്റ്റൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുക കാർബോജ്, കാൽക്കേരിയ. അതിന്റെ കൂടെ ഒഫൻസീവ് സ്റ്റൂളിന് നമ്മൾ ചിന്തിക്കാവുന്നതാണ് ടെറബിന്ദും സൊറേനത്തിന്റെ അറിയാലോ, എല്ലാ ഡിസ്ചാർജസ് ഒഫൻസീവ്. ടെറബിന്ദും നല്ലതാണ്. ഓക്കെ, ഇതൊക്കെ എത്ര കേസിന് കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്കറിയില്ല. ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നു 10, 50, 60, 70 കേസിൽ നമ്മൾ കൊടുത്തു കാണും ടെറബിന്ദും ഓരോ മെഡിസിൻസും. അപ്പോൾ എല്ലാം ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% സക്സസ് അല്ല. നമ്മൾ എടുക്കുമ്പോൾ 50 കേസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ 25-30 കേസിൽ നമുക്ക് റെസ്പോൺസ് വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് എന്നുള്ളതാണ്. കാരണം എല്ലാ കേസും നമുക്ക് മാറ്റി എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോൾ മെജോറിറ്റി സൈഡിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ മെഡിസിൻ എഫക്റ്റീവ് ആണെന്ന് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ആഫ്റ്റർ സ്റ്റൂൾ വീക്കിനും ഗോൾ ബ്ലാഡർ കാൽക്കുലി ഞാൻ പറഞ്ഞു. ഗോൾ ബ്ലാഡർ കാൽക്കുലിയിൽ ഞാൻ ഒരു മെഡിസിനും കൂടി ആഡ് ചെയ്യാണ്, കാൽക്കുലി റിനാലിസ്. ഓക്കെ, കാൽക്കുലി റിനാലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീനൽ സ്റ്റോണിന്, ഗോൾ സ്റ്റോൺസിനും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് കാൽക്കുലി റിനാലിസ്. പൊട്ടൻസി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പൊട്ടൻസി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ മെഡിസിൻസ്. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 30 ആയിരിക്കും, ചിലപ്പോൾ കിട്ടുന്ന 3x ആയിരിക്കും, ചിലപ്പോൾ 6x ആയിരിക്കും. ഏത് പൊട്ടൻസി ആണെങ്കിലും ഇത് വൺ ഓഫ് ദ എഫക്റ്റീവ് മെഡിസിൻസിൽ ഒന്നാണ്. ഈവൻ നമ്മുടെ റീനൽ കാൽക്കുലയിൽ പോലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെഡിസിൻസിൽ ഒന്നാണ്. ഓക്കെ, ജോണ്ടിസ് കിട്ടുന്നതാണല്ലോ, നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ്. ജോണ്ടിസിൽ ഞാൻ മിക്കവാറും കൊടുക്കുന്ന മെഡിസിൻസിൽ 2 മെഡിസിൻസിൽ ഒന്നാണ് പിക്രിക് ആസിഡ്, വൺ ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. ജോണ്ടിസ് ആണെങ്കിൽ നമ്മൾ കേസ് എടുക്കുക, എക്സാമിൻ ചെയ്യുക എന്നുള്ളത് ജോണ്ടിസിന്റെ ഏറ്റവും ആവശ്യമാണ്. ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുക, ഒബ്സ്ട്രക്റ്റീവ് ആണോ, നോൺ ഒബ്സ്ട്രക്റ്റീവ് ആണോ, വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നുള്ളത് നമ്മൾ അത് ഇത് പിടിക്കുക. പിന്നെ A ആണോ B ആണോ എന്നൊക്കെ നമുക്ക് നോക്കാമല്ലോ. അത് ജനറൽ ആയിട്ട് നമ്മളത് ചെയ്തിരിക്കണം, കമ്പൽസറി ചെയ്തിരിക്കണം. ജോണ്ടിസ് അല്ലേ എന്ന് പറഞ്ഞ് പ്രിസ്ക്രൈബ് ചെയ്ത് വിടരുത്.
വി ഹാവ് ടു ഇലാബറേറ്റ് ഓൺ ദാറ്റ്, ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യേണ്ടത് ചെയ്യുക. കാരണം നമ്മളുടെ സേഫർ സൈഡ് നമ്മൾ നോക്കുക ആദ്യം. നമ്മൾ മെഡിസിൻ കൊടുക്കുക, അതിന്റെ കൂടെ ചെക്ക് ചെയ്തിട്ട് വരാൻ പറയാം. നാളെ തന്നെ ഇന്ന് തന്നെ ചെക്ക് ചെയ്തിട്ട് ജോണ്ടിസ് 16-30 ഒക്കെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പെട്ടെന്ന് വരും. ബ്രെയിൻ ബാരിയർ വരും. 16 വരെ ഞാൻ 16 അല്ല 23 അതുവരെ ധൈര്യമായിട്ട് എടുക്കും. പിന്നെയും കൂടിയതുണ്ട്, പക്ഷെ ഞാൻ കൂടിയത് ട്രൈ ചെയ്യും. പക്ഷെ കുറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ദിവസം 2 ദിവസം കുറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനത് റെഫർ ചെയ്ത് കളയും. കാരണം ബ്രെയിൻ ബാരിയറിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. ലെഫ്റ്റ് ആൻഡ് ടെറാസാക്കം നല്ലതാണ്, സിയോനാന്തസ് നല്ലതാണ്, ചിയോനാന്തസും നല്ലതാണ്. ഈ മെഡിസിൻസിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പിക്രിക് ആസിഡിന്റെ കാര്യങ്ങൾ നമുക്കറിയാം. ടെറാക്സാക്കോം ഇതുപോലെ തന്നെ മെഡിസിൻസിലൊന്ന്. ലെഫ്റ്റ് ആൻഡ്ര ഇറ്റ് എഫക്ട്സ് ദ ലിവർ ഡയറക്ട്ലി. ചിയോനാന്തസ് സ്പ്ലീനും ലിവറും ഒക്കെ നമുക്കറിയാം. സിയോനാന്തസ് സ്പ്ലീൻ ഇൻവോൾവ്മെന്റ് കൂടുതലാണെങ്കിൽ, അതായത് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ എന്താ പറയാ ലിവർ എൻലാർജ്മെന്റ്, അതിന്റെ കൂടെ സ്പ്ലീനും എൻലാർജ്ഡ് ആണെങ്കിൽ സിയോനാന്തസ് നമുക്ക് എപ്പോഴും ചിന്തിക്കണം. അതാ പറയണത്, നമ്മൾ ഇത് ചെയ്യാന്ന് പറയണതുകൊണ്ടാണ്, എക്സാം ചെയ്യാന്ന് പറയുന്നതുകൊണ്ട്. ഓക്കെ, പിന്നെ വേംസ് എംബ്രോസിയ നല്ലതാണ്. ഗ്രനേറ്റം ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ചീലോൺ ഞാൻ റെഗുലർ ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ സാന്റോണിൻ ഉണ്ട്, അങ്ങനെ കുറെ മെഡിസിൻസ് ഉണ്ട്. സാന്റോണിൻ ഒക്കെ എല്ലാവരും എപ്പോഴും ഉപയോഗിക്കുന്നത്. ചീലോൺ നല്ലൊരു മെഡിസിൻ ആണ്. അതിൽ തന്നെ അസ്കാരിസ് ആണെങ്കിൽ ചീലോൺ ഈസ് ദ മെഡിസിൻ. ഓക്കെ, പിന്നെ ഗ്രനേറ്റം ഉണ്ട്, അത് നല്ലൊരു മെഡിസിൻസിലാണ്. ഇപ്പൊ ഏത് ഇതാണെങ്കിലും. ഈ ലിവറിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ പിന്നെ വേറൊരു കാര്യം വെച്ചാൽ മിസെൻട്രിക് ലിംഫാഡിനൈറ്റിസിന് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് മർക്സോൾ കൊടുക്കാതെ ഒരു പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മിസെൻട്രിക് ലിംഫാഡിനൈറ്റിസ് കുട്ടികൾക്കൊക്കെ കിട്ടുന്നതാണ് റെഗുലർ. മർക്സോൾ ഉണ്ട്. ബാക്കി നിങ്ങൾ സൈലീഷ കൊടുക്കാം. സ്ക്രോഫുലേറിയ നോഡോസ നല്ലതാണ്. പിന്നെ ഇൻഫ്ലമേഷന് പൈറോജൻ നല്ലതാണ്. അങ്ങനെയുള്ള ഗൺ പൗഡർ, പൈറോജൻ, ആന്ത്രാസിൻ, ഇതൊക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണെങ്കിലും, പക്ഷെ മെർക്സോളിന്റെ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഈ മിസെൻട്രിക് ലിംഫാഡിനൈറ്റിസിന് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ നോക്കേണ്ടത്, ഇപ്പൊ ക്യാൻസർ കേസുകൾ നമുക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതിൽ സെക്കൻഡറീസ് വരുന്നത് മിക്കവാറും ലിവർ സെക്കൻഡറീസ് വരും. ലിവർ സെക്കൻഡറീസിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലോണം കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻസിൽ ഒന്നാണ് കൊളസ്ട്രിനം. വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ലിവർ ക്യാൻസർ എന്ന് തന്നെയാണ് നമ്മുടെ ബോഡിക്ക് എഴുതിയിട്ടുള്ളത്. വേറെ അഡീഷണൽ ഒന്നുമില്ല. അപ്പൊ ലിവർ ക്യാൻസർ അല്ലെങ്കിൽ മെറ്റാസ്റ്റാസിസ് ഇൻ ലിവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെഡിസിൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് എവിടെ മെറ്റാസ്റ്റാസിസ് നിൽക്കുന്നു, സെക്കൻഡറീസ് സ്പ്രെഡ് ചെയ്യാതെ നമുക്ക് ലിവറിൽ കൺഫൈൻ വരെ ചെയ്യിക്കാൻ പറ്റും. ആൻഡ് ലൈഫ് എക്സ്പെക്ടൻസി കൂടും. നമ്മൾ കംപ്ലീറ്റ് ക്യൂർ ചെയ്യാന്നല്ല പറയണത്, പക്ഷെ അതിന്റെ പ്രൊലോങ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും വിത്തൗട്ട് പെയിനും കാര്യങ്ങളും. ഓക്കെ, പിന്നെ പാൻക്രിയാസ്. ഇപ്പൊ പാൻക്രിയാറ്റിക് കാൽക്കുലേ, ഈ പെപ്സിയും കോളയും ഇത് കൂടുതൽ വന്നിട്ടുള്ളതുകൊണ്ട് പാൻക്രിയാറ്റിക് കാൽക്കുലേ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന് വരുന്ന മെഡിസിൻസിൽ ഒന്നാണ് ഐറിസ് വേഴ്സിക്കുലറും, പിന്നെ പാൻക്രിയാറ്റിനം, പിന്നെ പെപ്സിനം. നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. പെപ്സിനം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ഈ ജേർഡിന് നല്ലതാണ്. ഓക്കെ, ജേർഡ് കേസിനൊക്കെ ഈ പെപ്സിനം നല്ലതാണ്. ഹെമറോയിഡ്സ്, ജോണ്ടിസ് ആഫ്റ്റർ സ്റ്റൂൾ വീക്ക്നെസ്. ഓക്കെ, ഡയറി ആഫ്റ്റർ ഇൻവോളണ്ടറി പാസിംഗ് ഫാക്ടേഴ്സ്. പോളിഗോണം. ഓക്കെ,
ഗ്യാസ്ട്രൈറ്റിസ് ആൻറ്റിയും തേർട്ട്. ആ, ഗ്യാസ്ട്രൈറ്റിസിന് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു മെഡിസിൻ ആണ്. നമ്മൾ ആകെ ചിന്തിക്കണത് ആന്റിയം ടാർട്ട്, ആന്റിയം ക്രൂഡ് നമുക്കറിയാം ഇതൊക്കെയാണ്. ആന്റിയം ടാർട്ടിന്റെ കൂട്ടത്തിൽ വൈറ്റ് കോട്ടിങ്ങും കൂടി ഉണ്ടെങ്കിൽ ആന്റിയം ക്രൂഡിനേക്കാളും കൂടുതൽ ആന്റിയം ടാർട്ട് നമ്മളൊന്ന് ചിന്തിക്കുക. പിന്നെ ഫോസ്ഫറസ്, അത് എപ്പോഴും എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നോ അതിലൊക്കെ ഞാൻ കൊടുക്കുന്ന ഒരു മെഡിസിനിലൊന്നാണ് ഇത് ഫോസ്ഫറസ്. ഈ റിഗർജിറ്റേഷൻ 30 വരും, ബെൽച്ചിങ്ങും വരും, റിഗർജിറ്റേഷനും വരും. വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിലൊന്നാണ് പൾസാറ്റിലെയും ഫോസ്ഫറസും. ഫോസ്ഫറസും എഗെയിൻ കൂടുതൽ ഫോസ്ഫറസ് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട. ഇതൊക്കെ വെറുതെ വരുന്നതല്ല, ഇറ്റ് ഈസ് ഫ്രം ദ ബുക്സ്. ഓക്കെ. ചിലവർ വന്നിട്ട് പറയും നമ്മുടെ ഇവിടെയൊക്കെ എന്തോ ഒരു കല്ലോ എന്തോ ഇരിക്കണ പോലെ ഡോക്ടറെ, ഭയങ്കര പ്രശ്നമാണ്, ഗ്യാസ് അവിടെയും തിരിയണം ഇവിടെയും തിരിയണം, വയറിന്റെ അകത്ത് എന്തോ ഇങ്ങനെ കട്ടിയായിട്ട് ഇരിക്കണ പോലെ ഉണ്ട്. അതിന് നമുക്ക് പറ്റുന്ന മെഡിസിൻ എബിസ്നൈഗ്രേം, എഗെയിൻ ഫോസ്ഫറസ്. ഫോസ്ഫറസ് അപ്പോഴും നമുക്ക് ഇൻഡിക്കേറ്റഡ് മെഡിസിൻസിൽ ഒന്നാണ്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ പെയിൻ, സൾഫർ അത് ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കഴിച്ച ഉടനെ പെയിൻ എന്ന് പറയുന്നത് കാലിബൈക്കൻ ഉണ്ട്. കാലിബൈക്കൻ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ്. അത് ഗ്യാസ്ട്രിക് അൾസർ, ഡ്യൂോഡനൽ അൾസർ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് അൾസർ, കാലികാർബ്, കാലിബൈക്കും കാലി ഗ്രൂപ്പിലുള്ള ഈ രണ്ട് മെഡിസിൻസ്, കാലി ആസ്, കാലി സൈനറ്റിക്കം, ഇതൊക്കെ നല്ലൊരു മെഡിസിൻസിൽ ഒന്നാണ്. ഇപ്പൊ നമ്മുടെ അടുത്ത് ഈ കള്ളൊക്കെ കുടിച്ചിട്ട് എപ്പോഴും ഛർദ്ദിക്കുന്നത്, കുറച്ച് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഛർദി ഇങ്ങനെ നിൽക്കില്ല. അങ്ങനെയുള്ള കേസുകൾ ഇപ്പൊ എറണാകുളം അല്ലേ, നമ്മുടെ ഇവിടെയൊക്കെ കേരളം മുഴുവൻ വാള് വെക്കുന്ന ടീമാണ്. പക്ഷെ ഇത് വാളെന്ന് പറയാൻ പറ്റില്ല, ചെറുത് കഴിച്ചാലും അല്ലെങ്കിൽ കുറച്ച് കഴിച്ചാലും ഈ ഇങ്ങനെ വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ നിങ്ങൾക്ക് ചിന്തി, നെക്സോമിക്ക ഇതൊക്കെ ഉണ്ടെങ്കിലും കുപ്രമെട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ്. എപ്പിഗാസ്ട്രിക് പെയിന് നമുക്ക് ചിന്തിക്കാവുന്ന മെഡിസിൻസിൽ നമുക്കെല്ലാം അറിയാവുന്ന മെഡിസിന്റെ കൂടെ എബിസ് കനഡൻസിസും എബിസ് നൈഗ്രയും, റഫാനസും നല്ലതാണ്. പിന്നെ റഫാനസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ, എന്തോ ആസ് ഇഫ് സംതിങ് ലോഡ്ജ്ഡ് ഹിയർ. ഓക്കെ. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. ആൽക്കഹോൾ, ബൈലറി കാൽക്കുലേറ്റർ പറഞ്ഞു ഞാൻ. ഫാറ്റി ഡീജനറേഷൻ ആണ് തുടങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യം അറ്റൻഡ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്ലാറ്റുലൻസ് ഞാനിപ്പോൾ പറഞ്ഞ് വായെടുത്തുള്ളൂ. റഫാനസ്,